ഒരു ഗ്ലോബൽ സ്പൈ ത്രില്ലർ എന്ന രീതിയിലാണ് ഇതിൻ്റെ മേക്കിംഗ് ഒക്കെ വന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇന്ത്യയിലെ കോർപ്പറേറ്റ് കമ്പനികളുടെ നിശബ്ദ രാഷ്ട്രീയവും അതുപോലെ ഈ പെരിസ്കോപ്പ് പോലുള്ള സോഫ്റ്റ്വെയറുകൾ ആയുധം മാത്രമല്ല മനുഷ്യൻ്റെ നിയന്ത്രണത്തിനപ്പുറം പോകുന്ന അധികാര ലോപത്തിൻ്റെ പ്രതീകമാണെന്നുമൊക്കെ ഈ സിനിമ പറഞ്ഞു വെക്കുകയാണ്. അതുപോലെ തന്നെ ഈ ഗ്ലോബൽ ലൊക്കേഷനുകൾ കഥയ്ക്ക് ഭയങ്കരമായിട്ടുള്ള ഭാരം കൊടുക്കുമ്പോഴും ഈ കഥാപാത്രങ്ങളുടെ വികാരങ്ങളിൽ മലയാളി നഷ്ടപ്പെടുന്നില്ല എന്ന രീതിയിലുള്ള ഒരു അവതരണം അത് തരക്കേടില്ലാത്ത രീതിയിൽ ഫീൽ ചെയ്തായിരുന്നു. പ്രധാനമായിട്ടും യഥാർത്ഥ വില്ലൻ ഒരു സിസ്റ്റമാണ്. അതാണ് കഥയ്ക്ക് ഭീകരമായ ഒരു യാഥാർത്ഥ്യ ബോധം നൽകുന്നതെന്ന് തോന്നുന്നു. കാര്യം ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഈ ഫസ്റ്റ് ഹാഫ് സ്റ്റോറിയിലേക്ക് എൻ്റർ ആവണമെങ്കിൽ ന്യായമായിട്ടും സമയമെടുക്കും. പ്രത്യേകിച്ച് ഹോളിവുഡ് പാറ്റേണൊക്കെ ഇവർ പിടിച്ചിട്ടുണ്ടെന്നല്ലാതെ ഈ പെരിസ്കോപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ഈ പ്രധാന കഥാപാത്രങ്ങളിലൂടെ അവതരിപ്പിക്കുമ്പോൾ വളരെ സ്ലോ ആയിട്ടാണ് നറേറ്റീവ് ഫോളോ ചെയ്തിരിക്കുന്നത്. കാര്യം ഈ നാഷണൽ സെക്യൂരിറ്റി എന്നൊക്കെ പറയുന്നത് ബോംബ് യുദ്ധവും അല്ലെന്നൊക്കെ നമുക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ നമ്മുടെ കയ്യിലെ ഫോണിലെ ഡാറ്റ എന്ന് പറയുന്നത് വരെ ആ സുരക്ഷയുടെ ഭാഗമാണെന്ന് ഒരു പരിധിവരെ മഹേഷ് നാരായണൻ ഈ സിനിമയിൽ അടിവരയിടാൻ സാധിക്കുന്നു എന്നുള്ളത് ഒരു പോസിറ്റീവാണ്. ഇതിൻ്റെ മമ്മൂട്ടി ഡാനിയൽ എന്ന കഥാപാത്രമായി വളരെ ഇൻറ്റേർണലായിട്ടുള്ളൊരു പ്രകടനമാണ് നടത്തുന്നത്. വളരെ ക്യാരക്ടർ പിടിച്ച് ആണ് മമ്മൂട്ടി ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ റോഷാക്കിൻ്റെയൊക്കെ ഒരു കണ്ടിന്യൂറ്റി ഫീൽ ചെയ്യുന്നുണ്ട് നമുക്ക്. പക്ഷേ മോഹൻലാലിൻ്റെ റഹീം നായിക് എന്നുള്ള കഥാപാത്രം ഒരു നാച്ചുറൽ ഫ്ലോ സിനിമയ്ക്ക് നൽകുന്നുണ്ട്. ഫഹദ് ഓൾറെഡി പ്രഡിക്റ്റബിളാണ്. കാര്യം ഇപ്പോൾ കുഞ്ചാക്കോവിൻ്റെ ക്യാരക്ടർ എടുത്താലും ഓഡിയൻസിൻ്റെ പെർസ്പെക്റ്റീവിൽ നിൽക്കുന്നൊരു കഥാപാത്രമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പം നയൻതാരയുടെ സപ്പോർട്ടിംഗ് കാസ്റ്റ് ഒക്കെ ചേർന്നാലും ഈ സ്റ്റോറി കണക്ട് ചെയ്യുന്നത് അവരിലൂടെ നടക്കുന്നു എന്നതല്ലാതെ ഇതിനെ ഒരു ശക്തമാക്കാൻ അല്ലെങ്കിൽ സീനിനെ എലവേറ്റ് ചെയ്യാനൊന്നും സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ബിഗസ്റ്റ് ഡ്രോബാക്ക് എന്ന് പറയുന്നത്. കഥ തിരക്കേടില്ലെങ്കിലും തിരക്കഥയുടെ ഫ്ലോയിങ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് തീർത്തും ഡള്ളായിട്ടാണ് ഫീൽ ചെയ്തിരിക്കുന്നത്. ചില സീൻസൊക്കെ ഇപ്പം രാജീവ് മേനോൻ രേവതി ഒക്കെ വളരെ ഷാർപ്പ് ആൻഡ് എൻഗേജിങ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പം ദർശന കുഞ്ചാക്കോ അല്ലെ മോഹൻലാൽ മമ്മൂട്ടി അതുപോലെ തന്നെ ഈ ശക്തി സൊല്യൂഷൻ, സമാജ് സേവ, ഇന്ത്യൻ പൊളിറ്റിക്സ് അല്ലെ സെറിൻ ഷിഹാബ് ആ പോർഷൻസൊക്കെ വളരെ അൺനെസസറി ആയിട്ട് ഇങ്ങനെ സ്ട്രെച്ച് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നു. അതുകൊണ്ടാണ് ഈ ടെൻഷൻ ബിൽഡ് ചെയ്തിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്യാതെ പോകുന്നു എന്നാണ് കൂടുതൽ നമുക്ക് സീനം കാണുമ്പോൾ അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്. ട്വിസ്റ്റുകളുണ്ടെങ്കിൽ അവയ്ക്ക് വേണ്ട ഒരു ഇമോഷണൽ സെറ്റപ്പ് ഈ സിനിമയിൽ വളരെ കുറവാണ്. പ്രത്യേകിച്ച് റിവീലിംഗ് ഒക്കെ നന്നായിട്ട് വന്നെങ്കിലും പക്ഷേ അതിനൊരു ഇമ്പാക്റ്റ് നമുക്ക് ലഭിക്കുന്നില്ല എന്നെടുത്ത് പറയണം. പ്രത്യേകിച്ച് ഒരു വൗ ഫാക്ടർ നമുക്ക് ഫീൽ ചെയ്യേണ്ട സ്ഥലത്തൊക്കെ ഓക്കെ വരെ അത്രയൊക്കെ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. 3 മണിക്കൂറുള്ള പടമാണ്. നന്നായിട്ട് നമുക്ക് ബഫർ ചെയ്യും, സംശയമൊന്നുമില്ല. അതുപോലെ തന്നെ വിമതനും ബ്ലോഗും പെരിസ്കോപ്പും എല്ലാം ചേരുമ്പോൾ ഏതോ ഒരു സൈബർ അവയർനെസ് ക്ലാസ്സിൽ ഇരിക്കുന്ന പോലെയുള്ള ഫീലേ കിട്ടുന്നുള്ളൂ. ഓവറോൾ ഒരു ആവറേജ് ഔട്ടിംഗ് എന്ന് വേണമെങ്കിൽ പറയാം.